ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോകാൻ പോകുന്ന ഒരു കുഞ്ഞ് മിനി ട്രിപ്പിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. കൂടാതെ ഒരു 2 days സ്ലീപ്പ് ഓവറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കുഞ്ഞു വ്ളോഗോ മിനി ട്രിപ്പോ, എങ്ങോട്ടേക്ക്, എവിടേക്ക്? ഓക്കെ, എല്ലാം പറയാം. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇവിടെ തേഴ്സ്ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് അവിടെ ഒരു ദിവസം സ്റ്റേ, എന്നിട്ട് ഫ്രൈഡേ ആണ് ഞങ്ങൾ ട്രിപ്പ് പോകാൻ പോകുന്നത്. ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രിപ്പൊന്നും അല്ല, ജസ്റ്റ് ഒരു അടുത്തൊരു സ്ഥലം വരെ പോകുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ആ ട്രിപ്പ് പോയിട്ട് ഫ്രൈഡേ അവിടെ സ്റ്റേ ചെയ്തിട്ടായിരിക്കും ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വാചകം അടിച്ച് പറയുന്നതിനേക്കാളും നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് ഫൗസിയുടെ വീട്. ഓക്കെ, നമ്മൾ എവിടെയാണ് പോകുന്നത്? ഫൗസിയുടെ വീട്ടൊന്ന് തിരിഞ്ഞു. ഞങ്ങള് വില്ലോബ്രൂക്കിലാ പോകുന്നത്. അതെ, റുക്കിയുടെ സ്വന്തം മോളാണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് വില്ലോബ്രൂക്ക് മോളിലോട്ടാണ് പോകുന്നത്. എത്ര ദിവസത്തേക്കാണ് നമ്മുടെ ഇവിടത്തെ സ്റ്റേ? ദിവസമൊന്നും കൺഫേം ആയിട്ടില്ല, ചിലപ്പോ സാഹചര്യത്തിനനുസരിച്ച് നീളാം. അതെ, അവളുണ്ടാക്കുന്ന ഫുഡ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കൂടുതൽ ദിവസം നിന്നെന്ന് വരും. ചിലപ്പോ അവള് ചവിട്ടി പുറത്താക്കുന്നവരെ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഫൺ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഗായത്രി വരുന്ന. $5 $10 കിട്ടും ഗൈസ്. ഇവിടെ വെറും $10 ഉള്ളൂ. $10 എത്രയാ? ജസ്റ്റ് 600. ഓക്കെ, അപ്പം നമ്മൾ വന്നത് കനേഡിയൻ സൂപ്പർ സ്റ്റോറിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. രാത്രി ചെറിയ ഹൊറർ മൂവി പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഒരു വിജയകരമായ ഉറക്കത്തിന് ശേഷം ഇന്ന് വൈറ്റ് റോക്ക് ബീച്ചിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ എന്തുണ്ട് കാണാനെന്ന് അറിഞ്ഞുകൂടാ, പോയിട്ട് ബീച്ചൊക്കെ ആണോ എന്നുള്ളത് അവിടെ ചെന്നിട്ട് അറിയാം. ഞാൻ ഇന്നൊരു ഫ്രോക്കൊക്കെ ഇട്ട്, ദീസ് പീപ്പിൾസ്, ഒരാൾ ഒരു ജംപ് സ്യൂട്ടും ഒരാൾ ഒരു ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് സെറ്റായിട്ട് വെയിലത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാനഡയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെയും സമ്മറിൻ്റെയും ഇടയിലുള്ള ആ ഒരു ടൈമാണ്. അതായത് ഈ പറയുന്ന ഏപ്രിൽ മെയ് ഈ ഒരു ടൈമിൽ വെതർ ഭയങ്കര രസമാണ്. കാരണം ചൂടുണ്ട്, വെയിലുണ്ട്, എന്നാൽ പോലും തണുത്ത കാറ്റും ആ ഒരു നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയറുമാണ്. വൈറ്റ് റോക്കിലേക്കുള്ള ഞങ്ങളുടെ ഈ ട്രിപ്പ് എന്തായി തീരും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല.
എങ്കിലും ആ കടൽ തീരത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ നടക്കുകയാണ്. സമ്മറിലല്ലാതെ മറ്റൊരു സീസണിലും ബീച്ചിൽ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. അവിടെ എന്താ ഉള്ളത്? പിന്നെ കുറെ നടക്കാനുണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ കുറച്ച് വെയിലുണ്ടാകും. ഇപ്പൊ കൊള്ളാം നമുക്ക്. ഓക്കെ, റുക്കിയ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു. എനിക്കില്ല. ഓക്കെ, ഇതേതാ സ്ഥലം? വൈറ്റ് റോക്ക് സെൻട്രൽ ഡേ 11. ഇവിടെ നിന്ന് ഇനി നമ്മൾ അടുത്ത ബസ് എടുക്കുകയാണ് 361 ഓഷ്യൻ പാർക്ക്. ഓക്കെ, അത് നേരെ ചെന്നിറങ്ങുന്നത് വൈറ്റ് റോക്ക് ബീച്ചിലോട്ടായിരിക്കും എന്ന് 4 minutes തോന്നുന്നു. കറക്റ്റ് ബീച്ചിന് മുമ്പിൽ തന്നെ നമ്മൾ ചെന്നിറങ്ങും. ഇല്ല 4 മിനിറ്റ് നടക്കാൻ. ശരി, ഓക്കെ. അപ്പം ഇതൊക്കെ ചെന്നിട്ട് പുറത്ത് നല്ല വെയിലുണ്ട്. എത്തിയിരിക്കുന്നു ഫൈനലി. അപ്പം ഇതാണ് വൈറ്റ് റോക്ക് ബീച്ച്. വെയിലായത് കാരണം നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. റുക്കിയ, ആർ യു ഹാപ്പി? സൂപ്പർ ഹാപ്പി. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നും വാങ്ങാൻ പറ്റില്ല. ഒന്നും വാങ്ങാൻ പറ്റില്ല. എക്സിബിഷൻസ് ഒക്കെ ഉണ്ട്, സ്റ്റോളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. $20 ഒക്കെയാണ് ഒരു കുഞ്ഞ് സാധനത്തിനൊക്കെ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്നും അങ്ങനത്തെ ഒന്നും വാങ്ങിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കും അല്ലേ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിനി ബീച്ചിലോട്ടൊക്കെ ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. ഫൗസി ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ചെളി പിടിച്ച് കിടക്കായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ, ഒരു ലുക്കില്ലാത്ത ബീച്ചായിരുന്നു. ടൈമും വേറെ ആയിരുന്നു, ഒരു സെപ്റ്റംബർ അല്ലേ, ആ ടൈമൊക്കെ ആയിരുന്നു. ഇപ്പം ആക്ച്വലി നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാണാം. ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഇപ്പം
കുറച്ചുകൂടെ ബീച്ചിന്റെ അടുത്തോട്ട് എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു കാറ്റുണ്ട്. പക്ഷെ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ നല്ല കുറച്ച് ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ബീച്ച് ഇസ് ലൈക്ക് എ തെറാപ്പി ഫോർ മീ. കടൽ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഐ കൻ നോട്ട് ഡിസ്ക്രൈബ് ദാറ്റ് ഇൻ വേർഡ്സ്. നമ്മുടെ ബീച്ച് ഓക്കെ. ആക്ച്വലി ഭയങ്കര സംഭവം, വെള്ളം നല്ല തണുപ്പാണ്. എന്നുവെച്ചാൽ ഓവർ തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് നടക്കാൻ. ഒരുപാട് തിരയില്ലാത്തതുകൊണ്ട് നമുക്ക് എന്നുവെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് നടക്കാം. വലിയ ടെൻഷനൊന്നും വേണ്ട ഇവിടുത്തെ കടൽ. അങ്ങനെയൊക്കെ നല്ല തണുപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഫൈനലി ബീച്ച്. എൻ്റെ ഫ്രണ്ട് അഭിരാമി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അബിക്ക് അറിയാം എനിക്ക് എത്രത്തോളം ബീച്ച് ഇഷ്ടമാണ്, അബിക്ക് എത്രത്തോളം ബീച്ച് ഇഷ്ടമാണെന്ന്. അബി, ഐ മിസ് യു. ഈ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ അവിടുത്തെ പോലെ ഡ്രസ്സൊക്കെ നനഞ്ഞ് കുതിർന്ന് അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. ഭയങ്കര ശാന്തസുന്ദരമായ ബീച്ചാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നത് വേസ്റ്റ് ആയില്ല. വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ തണുപ്പോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാതെ ഭയങ്കര സ്മൂത്തായിട്ട് ഞാൻ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അടിപൊളിയാണ്. വൈറ്റ് റോക്ക് ബീച്ച് ഫൈനലി നമ്മളെത്തി. അപ്പോൾ ഇനി ഞങ്ങളുടെ ബാക്കി ഫോട്ടോ സെഷനും പരിപാടിയൊക്കെ ഞങ്ങൾ തുടരട്ടെ. ഇതേ അവിടെ രണ്ടുപേരെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇതാണ്. എൻ്റെ പേരോ എനിക്കിഷ്ടമുള്ളവരുടെ പേരോ ഒക്കെ ഇങ്ങനെ മണ്ണിൽ എഴുതിയിട്ട് കടൽ അത് എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിൽ കളിച്ച് റീൽസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ പോവാണ്. പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ വന്നിട്ടുള്ളതിൽ, കാനഡയിൽ വന്നിട്ടുള്ളതിൽ ഇതുവരെ പോയതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ബീച്ച്. ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഡ്രസ്സൊന്നും ചീത്തയാക്കാൻ ഉള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇറങ്ങി കാലൊക്കെ നനച്ചു. സോ വി ആർ ഗോയിങ് ബാക്ക്. Did you like the beach? Yes. Okay, how was the full journey? It was good. How was the trip? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ബീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം. ബീച്ച് നമ്മുടെ നാട്ടിലെ ബീച്ചും ഈ ബീച്ചും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണോ അതാണോ നല്ലത്? അതിപ്പോ നമ്മള് ഇവിടെ എത്തിയിട്ട് പറയാവുന്നതല്ല, അവിടെയാണ് നല്ലത്. ഇവിടത്തെ പക്ഷെ വിചാരിച്ചതിലും എല്ലാവരും പറഞ്ഞതിന്നും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിനി ഇവിടെ നിന്ന് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ കലാപരിപാടികൾ വൈറ്റ് റോക്കിൽ നമ്മൾ ബസ് കയറി നമ്മൾ തിരിച്ച് ഇനി അടുത്ത വൈറ്റ് റോക്ക് സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോവാണ്. മൊത്തം ടാനായി വേർത്തില്ല, ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ ബാക്കി വിശേഷം കാണാം. ഭയങ്കര അടിപൊളിയായിരുന്നു ബീച്ച്. വിചാരിച്ച പോലെ അല്ല. ഈ ഇതുവരെ എന്തോ വന്നിട്ടുള്ളതിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്സ് ആയിരുന്നു ഇത്. ഇനിയും ഇതുപോലുള്ള ട്രിപ്സ് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.
അടുത്തത് ഇനി നീ വെറും ഓക്കെ ഞാൻ ഫെയിലായി. നീ ഒന്ന് കാണിച്ചാളാ. എനിക്കറിയില്ല കാണിക്കാൻ. നീയാണെങ്കിൽ അങ്ങനെ കാണിച്ചതൊക്കെ പറഞ്ഞല്ലോ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അപ്പൊ നമ്മൾ വൈറ്റ് റോക്കിൽ നിന്ന് തിരിച്ചെത്തി. വി ആർ മേക്കിംഗ് കുറച്ച് മാഗി, പിന്നെ കുറച്ച് മുട്ട റോസ്റ്റ് അല്ലേ, മുട്ട റോസ്റ്റും പിന്നെന്താ പുട്ടും മുട്ട റോസ്റ്റും പിന്നെ കുറച്ച് മാഗി. ഇന്നലത്തെ പോലെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ ബാക്കി വിശേഷവും കൂടെ നമുക്ക് കണ്ടിട്ട് ബെസ്റ്റ്. ഇവിടെ വെള്ളം കയറി. അപ്പൊ നമ്മള് ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ അതിന്റെ വിശേഷമൊക്കെ കൂടെ കണ്ടിട്ട് നമുക്ക് വ്ളോഗ്. മൂവി പ്ലാൻ ഫ്ലോപ്പായി. രണ്ടാമത്തെ ദിവസം ഒന്നും നടന്നില്ല. ശരി കേട്ടോ. ബൈ നമ്മുടെ വൈഫൈ ഇവിടെ കട്ടായിപ്പോയി. അതുപോലെ തന്നെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ലാപ്പിൽ കണക്ട് ചെയ്യുമ്പോൾ വരുന്നില്ല. സോ ബേസിക്കലി ആ പ്ലാൻ ഔട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് വല്ല പ്ലാനും വന്നു ബൈ. അപ്പോൾ നമ്മുടെ മൂവി പ്ലാൻ ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് നമ്മൾ അടുത്ത റീൽസ് എടുക്കാനുള്ള അടുത്ത പ്ലാനിലാണ്. ഈ റീൽസ് ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇനി റീൽസ് എടുക്കാം. മൂവി പ്ലാൻ ആക്ച്വലി മൂവി ഡൗൺലോഡഡ് ആണ്, പക്ഷെ നമുക്കിത് കാണാൻ ഫോൺ മാത്രമേ ഉള്ളൂ. ലാപ്ടോപ്പിലോട്ട് കണക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിനി റീൽസൊക്കെ എടുത്തിട്ട് ഹലോ. അങ്ങനെ നമ്മുടെ സ്റ്റേയുടെ ഫൈനൽ ദിവസം എത്തി. ഇന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു 2 days? 2 days ഭയങ്കര ഫണ്ണായിരുന്നു. നല്ല പ്രൊഡക്റ്റീവ്. വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. നമ്മൾ കുറേ കറങ്ങി, റീൽസ് ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു, ഫുഡ് അടിച്ചു. സിനിമ മാത്രം കണ്ടില്ല, മൂവി പ്ലാൻ മാത്രം ഇല്ലായിരുന്നു. അത് മാത്രം ഫ്ലോപ്പായി പോയി. പക്ഷെ അതർവൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് തിരിച്ച് വീട്ടിൽ പോവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റേ കാണുന്നവരെ ബൈ.